Hey guys, welcome back to our channel Beauty Vibes. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്യൂട്ടി വൈബ്സ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു മേക്കപ്പിൻ്റെ ബേസിക് സീരീസ് ആയിട്ട് ഒരു സീരീസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, അതായത് ഗേൾസിനൊക്കെ ഒരുമാതിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത്, അതായത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതും കൺസീലർ, കോണ്ടൂറിങ്, ഹൈലൈറ്റ്, ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, പിന്നെ നമ്മൾ കണ്ണെഴുതുന്നതും ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ഇത് കാണാൻ, കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബ്യൂട്ടീഷ്യനോ ഒന്നുമല്ല. നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യക്തി, അത്രേ ഉള്ളൂ. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ബ്യൂട്ടീഷ്യൻ അതുപോലെ തന്നെ മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനത് കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കി അതിന് അറിഞ്ഞ് വെച്ച് പഠിച്ചിട്ടാണ്. പഠിച്ചത് മീൻസ് ഞാൻ പോയി പഠിച്ചൊന്നല്ല, കുറച്ച് എക്സ്പെർട്ടായിട്ടുള്ളവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, ഈ വീഡിയോസിലെല്ലാം. അപ്പോൾ അതാണ് ഞാൻ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മേക്കപ്പ് പഠിക്കാം, വീട്ടിൽ തന്നെ ഇരുന്ന് മേക്കപ്പ് പഠിക്കാം. അത്രേ ഉള്ളൂ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ എനിക്കറിയാവുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതാണ്. വീഡിയോ കാണുന്നതിന് മുൻപ് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടനും കൂടി ഉണ്ടാവും. അതിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ നമ്മൾ ഏതൊരു മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കണം. അതിനുവേണ്ടി നമുക്ക് നല്ലൊരു ഫേസ് വാഷോ അല്ലാന്നുണ്ടെങ്കിൽ ടോണറോ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പം ഞാനിവിടെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് നല്ലോണം മേക്കപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മോയ്സ്ചറൈസറാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ നിവ്യയുടെ അലോ ഹൈഡ്രേഷൻ ക്രീം റിഫ്രഷിംഗ് മോയ്സ്ചർ കെയർ, ഇത് ഞാൻ കഴിഞ്ഞ purple.com-ന്റെ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസറാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ കുറച്ച് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പിക്കൊടുത്താൽ മാത്രം മതി. ഇതപ്പോൾ നമ്മുടെ ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ആവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ഫേസിലൊക്കെ ഒപ്പി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് നമ്മുടെ ഫേസിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. എനിക്ക് സൺസ്ക്രീനിലും കൂടുതൽ താല്പര്യം പ്രൈമർ അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് NYBയുടെ പ്രൈമറാണ്. ഇതും ഹോൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ ഇത് ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതെടുത്തിട്ട് നമ്മൾ ഫേസിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പോഴ്സൊക്കെ ഉള്ള ഭാഗത്തോ അതുപോലെ എന്തെങ്കിലും കുഴികളോ അങ്ങനെയൊക്കെ ഉള്ള ഭാഗത്ത് കുറച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ ഫേസിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഴികളൊന്നുമില്ല, ജസ്റ്റ് ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് എന്തെങ്കിലും കുരുവൊക്കെ വന്ന ഒരു പാടുണ്ട്. അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഞാൻ ഓരോ പാക്കൊക്കെ ഇട്ട് മാറി വരും. എന്നാലും ജസ്റ്റ് പിന്നെ നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോൾ ഈ പീരിയഡ്സിൻ്റെ ടൈമിലൊക്കെ ആകുമ്പോൾ പിന്നെയും വരും.
എനിക്കൊരു പണിയുണ്ട്, പിമ്പിൾസൊക്കെ വന്ന കുത്തി പൊട്ടിക്കുന്ന ഒരു പണിയുണ്ട്. അപ്പോഴാണ് കൂടുതൽ ഇത് ബ്ലാക്ക് മാർക്സ് ഒക്കെ വരുന്നത്. അപ്പം അതൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യരുതെന്നുണ്ട്, എന്നാലും ഞാനത് ചെയ്തു പോകും. അപ്പം ആ ഒരു പണിയുള്ളതുകൊണ്ടാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പിൻ്റെ ബേസ് ആയിട്ടുള്ളത് ഫൗണ്ടേഷനാണ്. ഫസ്റ്റ് ബേസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തു. അത് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് മോയ്സ്ചറൈസറും പ്രൈമറും അപ്ലൈ ചെയ്യുന്നത്. അത് രണ്ടും നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഫേസ് റെഡിയാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബൗൾ എടുക്കാം. ഇങ്ങനത്തെ തന്നെ ബൗൾ വേണമെന്നില്ല, നമുക്ക് ഗ്ലാസ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് എമൗണ്ട് ഒരു വെള്ളം എടുക്കാം. നമ്മുടെ നോർമൽ വെള്ളമാണ് തണുത്തത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതൊന്നല്ല, സാധാരണ നോർമൽ വാട്ടർ, ചൂടുള്ളതോ ഒന്നും വേണ്ട. ഈ ഒരു വാട്ടർ എടുത്തിട്ട് നമുക്ക് ഈ ബ്യൂട്ടി ബ്ലെൻഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് പിഴിയുമ്പോൾ ഇങ്ങനെ വെള്ളം വരാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കേണ്ടത്. അത്രയും നമ്മൾ പിഴിഞ്ഞ് കളയാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ എടുക്കാം. ഇവിടെ ഞാൻ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. മാക് മിനറലൈസ് മോയ്സ്ചർ SPF 15 ഫൗണ്ടേഷൻ. അപ്പോൾ ഇത് നമുക്ക് എന്തോരാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊന്ന് കുറച്ചൊന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് അതായത് ഈ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ ഇങ്ങനെ നമ്മൾ വെറ്റാക്കിയിട്ടുള്ള മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് അധികം എമൗണ്ട് നമുക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് എല്ലായിടത്തും ഇതുപോലെ തന്നെ നമുക്ക് ആക്കാം. എല്ലായിടത്തും തികയും. അധികം ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ നമുക്കൊന്ന് എല്ലായിടത്തും ഡാബ് ചെയ്ത് കൊടുക്കും. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫേസിലും കവിളിലും ഒക്കെ ആക്കേണ്ടത്. ഇത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. നമ്മളത് ഒരിക്കലും ഇങ്ങനെ വലിച്ച് ചെയ്യരുത്. ഇങ്ങനെ വലിച്ച് ചെയ്യരുത്. നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് തന്നെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ഇങ്ങനെ വലിച്ച് ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ബോറായിരിക്കുള്ളൂ ചെയ്തത്. നമ്മളിത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. കേട്ടോ, പെട്ടെന്ന് തന്നെ എല്ലായിടത്തും നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫൗണ്ടേഷൻ എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പം നമ്മുടെ ബ്ലെൻഡിങ്ങിലാണിത് ഈ മേക്കപ്പിൻ്റെ ഒരു ഭംഗി ഇരിക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മുടെ മേക്കപ്പ് ചെയ്തതിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ ഫേസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ നെക്കിലും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ മൂക്കിൻ്റെ ഈ സൈഡിലും അതുപോലെ തന്നെ ചെവിയിലും നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നമ്മളെപ്പോഴും മറന്നു പോവാതെ തന്നെ ചെയ്യണം. അപ്പോൾ ഫൗണ്ടേഷൻ നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്തൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ മേക്കപ്പ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് സെറ്റിംഗ് പൗഡർ ഇടുന്നത്. കാരണം ഞാനിതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ഭാഗം ഷൂട്ട് ചെയ്തത് കൊണ്ട് ഞാനത് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൺസീൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഷ്, അതുപോലെ തന്നെ കോണ്ടോറിങ് അതൊന്നുമില്ല, ജസ്റ്റ് ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ, അത് തന്നെയാണ് സെറ്റിംഗ് പൗഡർ. കോമ്പാക്ട് പൗഡർ ആയാലും യൂസ് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ഈ കൺസീലറും അതുപോലെ തന്നെ കോണ്ടൂറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെറ്റിംഗ് പൗഡർ ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാം. ഇതിന് അധികം റേറ്റ് ഒന്നും വരില്ല. ഒരു നല്ലൊരു ബ്യൂട്ടി ബ്ലെൻഡറിന് ഒരു 100 സംതിങ് ഒക്കെ വരുള്ളൂ. അപ്പോൾ നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാക്കി ബേസിക് സീരീസൊക്കെ വഴിയെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാമല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ അടുത്ത നമ്മൾ കൺസീൽ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.